സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളവിടെ ഒരു മഞ്ഞ വള്ളിമൊരു പൂവുണ്ടായതാണ് കേട്ടോ. ഇത് കോളാമ്പി അല്ല, ഇത് ഒരു വള്ളിച്ചെടിയാണ് കേട്ടോ. ഇത് നിറയെ പൂക്കളുണ്ട്. നമ്മളിത് ഇങ്ങനെ ഇങ്ങോട്ട് പടരാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വിട്ടതാണ് കേട്ടോ. ഇതിന് നിറയെ പൂക്കളുണ്ട് കേട്ടോ. ഈ മുകളിൽ നമ്മൾ ഈ ഭാഗത്തൊക്കെ ഉണ്ട്. ഇതിന് ഒരുപാട് മുട്ടുണ്ട്. ഇത് നമ്മൾ ചട്ടിയിൽ ഇങ്ങനെ വെച്ചതാണ് കേട്ടോ. ഈ ചട്ടിയിലാണ് വെച്ചിട്ടുള്ളത്. ഇതിൽ നിന്നാണ് ഇങ്ങനെ പടർന്ന് ഇങ്ങനെ പോണത്. അപ്പോൾ ഇതിൻ്റെ 2 കളറുണ്ടായിരുന്നു. അത് നമ്മളതിന് പോയതാണ്. പിന്നെ അവിടെ ഒരു വെൽഡിങ്ങിൻ്റെ പണി ഉണ്ടായതുകൊണ്ട് സൗണ്ട് ശരിയാവുന്നുണ്ടായിരുന്നു. ഇവിടെയൊക്കെ ഗ്രൗണ്ട് ഓർക്കിഡാണ് കേട്ടോ. ഗ്രൗണ്ട് ഓർക്കിഡ് ഇങ്ങനെ കുഴപ്പമില്ലാതെ ഉണ്ടാകുന്നുണ്ട്. പിന്നെ ബോഗൺവില്ലുണ്ട്. നമ്മളെ കുക്കുംബറൊക്കെ അത് നല്ല കായ്ക്കുന്നുണ്ട് കേട്ടോ. കുക്കുംബർ ഇതുന്നുണ്ട്. പിന്നെ അതുപോലെ ബോഗൺവില്ല അത് നല്ല പൂവാണ് കേട്ടോ. നല്ല കട്ട കുത്തി പൂവുണ്ടാകുന്നുണ്ട്. നമ്മളടുത്ത് കുക്കുംബർ ഇതിവിടെ കുക്കുംബർ ഇതുമ്പോൾ നല്ല കായ്ക്കുന്നുണ്ട് കേട്ടോ. കുക്കുംബർ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിച്ചതിലും കൂടുതൽ കായ ഉണ്ടാകുന്നുണ്ട്. വേണ്ടില്ല, ഇവിടെയൊക്കെ ഉണ്ട്. ഈ ഭാഗത്തൊക്കെ കുക്കുംബറാണ് കേട്ടോ. ഇവിടെ മണ്ണിലൊന്ന് കിടക്കുന്നുണ്ട്. ഇതിൻ്റെ അടിഭാഗത്തൊക്കെ ഫുള്ള് കുക്കുംബറുണ്ട് കേട്ടോ. നമ്മളത് കുറച്ച് പറിച്ചും ചെയ്തിട്ട് നമ്മൾ ആവശ്യത്തിനുള്ള നമ്മൾ ഇതൊന്ന് പറിക്കുന്നുണ്ട്, നിർത്തണില്ല. നല്ല കായ ഉണ്ടാകുന്നുണ്ട് കേട്ടോ. അത് ഞാനിത് ആദ്യമായിട്ട് ചെയ്തതാണ്. ഈ കുക്കുംബർ ഞാൻ കൃഷി അങ്ങനെ ചെയ്യലുണ്ടായില്ല. അപ്പോൾ ഇത് വെറുതെ ഒന്ന് ചെയ്ത് നോക്കിയതാണ് കേട്ടോ. നല്ല കായ ഉണ്ടാകുന്നുണ്ട് ഇതിന്. പിന്നെ ഇവിടെ നിലത്ത് ഇതൊക്കെ പടർന്നിങ്ങനെ പോകുന്നുണ്ട്. നമ്മളത് ശംഖുപുഷ്പമാണിത് കേട്ടോ. ശംഖുപുഷ്പം ഒരുപാട് പൂവുണ്ട് കേട്ടോ. നമുക്ക് ഇത് നമ്മളിവിടെ ഇങ്ങനെ കെട്ടിയതിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ പൂ വിരിഞ്ഞിട്ട് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഇത് കണ്ടില്ലേ, ഈ ഭാഗത്ത് ഇത് നമ്മളെ വഴുതനങ്ങയാണ് കേട്ടത്. വഴുതനങ്ങ എല്ലായിടത്തും നല്ല പൂവ് കായുണ്ട് കേട്ടോ. അത് വഴുതനങ്ങ ആ ഭാഗത്തൊക്കെ വഴുതനങ്ങ ഉണ്ട്. ഒരു മരം നമുക്ക് ശരിക്കും ഒരു വീട്ടിലേക്ക് ഒരു 2-4 ആൾക്കാരൊക്കെ ഉള്ളൊരു കുടുംബത്തേക്ക് ഒരു 3-4 വഴുതനങ്ങൻ്റെ മരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ളത് അതിലപ്പുറം ആവും കേട്ടോ. നല്ല കായ ഉണ്ടാവണം. ഈ വഴുതനങ്ങ നല്ല കായ ഉണ്ടാവണതാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ ഈ കുക്കുംബറിന് വലിയൊരു ഇത് പോരട്ടെ, ഒരു കേട് വന്നിട്ടുണ്ട്. അതേസമയം ഇതിൻ്റെ അപ്പുറത്തുള്ളത് നല്ലതാണ്. അതിന് കായുണ്ട്. ഇതിവിടെ ഇവിടെ ഒരു നിലത്ത് ഒന്ന് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ കുക്കുംബർ മൊത്തത്തിൽ നല്ല വിളവ് തന്നെയാണ് തരുന്നത്. അതുപോലെ തന്നെ ഇവിടെ ചീര ഇവിടെ നല്ല ഉണ്ടാവണുണ്ട് ചീര കേട്ടോ. ചീര നമ്മൾ ഡെയിലി പോലെ തന്നെ നമ്മൾ ഇത് വിളവെടുക്കുന്നുണ്ട് കേട്ടോ. അതിന്മേൽ പൂവുണ്ട്. ഇത് നല്ല കട്ട ആയിട്ടുള്ള നമ്മളെ നാട്ടിലുള്ള അങ്ങനത്തെ അല്ല കേട്ടോ. ഇത് കാണാൻ നല്ല ഭംഗിയുള്ളൊരു പൂവാണിത്. നമ്മളൊക്കെ ഒറ്റ ലെയറുള്ള പൂവല്ല, ഇത് റോസിൻ്റെ മരുന്നുണ്ടാകുന്നതാണിത്. അതുപോലെ തന്നെ ഇവിടെ ചീര ഇവിടെയൊക്കെ ഉഷാറായിട്ടുണ്ടാകുന്നുണ്ട്. ചീര നമ്മൾ അടുത്ത വീട്ടിലെല്ലാവർക്കും കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടും അത് നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ ചീര ഉണ്ട്. ഇവിടെ കണ്ടില്ല, ഈ ഇലച്ചെടി ഇത് നല്ലൊരു ഭംഗിയാണ് കേട്ടോ. ഒരേ കളറ് മഞ്ഞായിട്ട് ഇങ്ങനെ ഒരുമിച്ചുണ്ടാകുമ്പോൾ കാണാനൊരു പ്രത്യേക ഭംഗിയാണ് കേട്ടത്. പിന്നെ കണ്ടില്ല, ഇത് ഒക്കെ അങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ കാണിച്ച് നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ബോഗൺവില്ല, അതുപോലെ റോസ്, പിന്നെ ചെമ്പരത്തിക്ക് ഒരു നനവിൻ്റെ ഒരു പ്രശ്നം. ഇന്ന് രാവിലെ നനച്ചതാണ്. 2 നേരം നനക്കേണ്ടി വരുന്നതാണ് തോന്നുന്നത്. ഒരു വെള്ള ഇലയുള്ളൊരു ചെമ്പരത്തിയുണ്ട്, വെള്ളയും പച്ച ഇലയുള്ള. ഇതിന്മേൽ പൂ വിരിഞ്ഞിരുന്നു. അതുപോലെ തന്നെ
പിന്നെ ഇത് കണ്ടില്ലേ, ഇവിടെ പിന്നെ ബോഗൺവില്ല മഞ്ഞ കളറുണ്ട്, വെള്ളമുണ്ട്, അതേമാതിരി വയലറ്റ് കളറുണ്ട്. ഇതൊക്കെ നമുക്ക് ഡിഫറെൻറ്റ് കളറുകളാണ് ഇവിടെ ഉള്ളതൊക്കെ കേട്ടോ. എല്ലാം ഡിഫറെൻറ്റ് കളറായിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെ പിന്നെ ഈ മഞ്ഞൻ്റെ കൂട്ടത്തിൽ തന്നെ വെള്ള, അതുപോലെ തന്നെ അതിന്മേൽ 2 കളറുണ്ടാകുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ പിന്നെ ഈ ഇതുപോലെയാണ് നമ്മൾ 2 കളർ. ഇതൊരു നല്ലൊരു അട്രാക്ഷനുള്ള ഒരു കളറാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇതുണ്ടല്ലോ, ഇതിന്മേലാണ് ഈ 2 കളറ്, പിന്നെ ചുവപ്പും പിന്നെ വെള്ളയും കേട്ടോ. ഇതിലുണ്ടാണ് ഈ വെള്ള സ്വന്തം പിന്നെ ഉള്ള ഇതുണ്ട്, അതുപോലെ തന്നെ പിന്നെ 2 കളറായിട്ട് വരുന്നത് കേട്ടോ. പിന്നെ ഇത് കണ്ടില്ല, ഈ കൊമ്പുമ്മലൊക്കെ വെറും വെള്ള മാത്രമാണ് വരുന്നത്. അതിന്മേൽ തന്നെയാണ് ഈ ചുവപ്പും വരുന്നത് കേട്ടോ. പിന്നെ അതുപോലെ ഇവിടെ പിന്നെ ഉണ്ടാവുന്നുണ്ട്. പിന്നെ ഈ ഭാഗത്ത് ഇതൊരു ചെറിയൊരു തൈയാണ് കേട്ടോ. ഇത് പിന്നെ പ്രാവശ്യം പിന്നെ പൂവുണ്ടാവുമെന്ന് തോന്നണില്ല. അതുപോലെ തന്നെ ഇവിടെ ഇത് കണ്ടില്ല, ഇതിന്മേലും പൂവുണ്ട് കേട്ടോ. ഇതിന്മേൽ പൂവ് ഒരു കാവി കളറാണ് കേട്ടോ. അങ്ങനെ പൂവ് ഒരുമിച്ച് ഉണ്ടാവണുണ്ട്. അത് കുറച്ചൊരു പിന്നെ വളത്തിൻ്റെ ഒരു പ്രശ്നം കൊണ്ടായിരുന്നു. ഇപ്പോൾ അത് നന്നാവുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ ഈ പിന്നെ ഇതിന്മേലൊക്കെ പൂവ് ഉണ്ടാവുന്നുണ്ട്. ഈ ബോഗൺവില്ലമ്മ ഒരു ചെറിയൊരു കമ്പുമ്മലാണ് പൂ ഉണ്ടാക്കിയിട്ട് ഉള്ളത്. പിന്നെ അതുപോലെ ഇവിടെ മുകൾ ഭാഗത്ത് ഉണ്ടായിട്ടില്ല, ഇവിടെ ഒന്നും പൂവിട്ടിട്ടില്ല. നമ്മൾ പിന്നെ ബോഗൺവില്ല ഫുള്ള് ഒന്നായിട്ടിങ്ങനെ വിരിഞ്ഞിരിക്കുമ്പോൾ കാണാനൊരു ഭംഗിയാണല്ലോ. നമ്മളിങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ വലിയൊരു ബുദ്ധിമുട്ടാണ് കേട്ടോ. ഒരു വർഷം കൊണ്ടൊന്നും പിന്നെ ചെറിയ ചെറിയ കമ്പുകളെ ഉണ്ടാവുള്ളൂ. ഇത് വലിയ തൈകളാണ് കേട്ടോ. 5-6 വർഷമൊക്കെ പ്രായമുള്ള തൈകളാണ് നമ്മളടുത്തുള്ളത്. അതുപോലെ തന്നെ ഇവിടെ പിന്നെ അടീനിയം കണ്ടോ, അടീനിയം ഇതൊക്കെ അടീനിയാണ് കേട്ടോ. അടീനിയത്തിൻ്റെ പിന്നെ ഇത് പൂക്കളൊക്കെ പിന്നെ കൊമ്പുമ്മൽ എല്ലാ കൊമ്പിലും പൂവുണ്ട് കേട്ടോ. ഇത് പിന്നെ നല്ലൊരു കളറ് റോസ് തന്നെ വെള്ളമായിട്ടുള്ളൊരു കളറാണ് കേട്ടോ. നമ്മളടുത്തത് പല കളറുണ്ട്, ഇതിന് മാത്രമാണ് ഇപ്പോൾ പൂവിട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ ഇലച്ചെടികളാണ് കേട്ടോ. ഇലച്ചെടിയിലൂടെ നമ്മൾ പിന്നെ ഈ തെച്ചൊക്കെ പിന്നെ പൂവിടുന്നുണ്ട്. തെച്ച് ഇത് പിന്നെ ഇതിമൊരു റോസ് കളറാണ് കേട്ടോ. അതുപോലെ തന്നെ ഇതിമേ കാവി കളറാണ്. ഇത് നല്ല റെഡ് കളറാണ്, ഇത് വിരിഞ്ഞിട്ടില്ല കേട്ടോ. അതുപോലെ തന്നെ ഇതൊരു വെള്ള കൂടിയ റോസ് കളറ്, ഇത് മഞ്ഞയാണ് കേട്ടോ. ഇതിന് പൂവുണ്ട് കേട്ടോ. നമുക്ക് ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കിത് പൂവില്ല എന്ന് തോന്നും. ഇത് കണ്ടില്ല, ഇത് ഈ മഞ്ഞ കളറായതുകൊണ്ട് നമുക്ക് തിരിച്ചറിയാത്തതാണ് ഇത്. അപ്പോൾ ഇനി ഇതിനൊരു പിന്നെ കേട് വന്നതാണ് കേട്ടോ. അത് നമ്മളൊരു ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് ആ കളറ് നമ്മൾ മാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മളൊരു 2 ആഴ്ച കഴിയുമ്പോൾ ഈ കളർ ആവില്ല അതിൻ്റെ ആ ഇല കേട്ടോ. ഇല കളറ് പച്ച കളറാവും. അപ്പോൾ അതിനൊരു കേടാണ്, അതിനുള്ളൊരു മരുന്ന് നമ്മൾ പ്രയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ പിന്നെ ഈ കോളാമ്പി ഉണ്ട്, റോസ് ഉണ്ട്. പിന്നെ അതുപോലെ ഇവിടെ ബിഗോണിയ പിന്നെ അങ്ങനത്തെ ചെടികളാണ് ഈ ഭാഗത്തുള്ളത് കേട്ടോ. പിന്നെ റോസ് ഉണ്ട്. പിന്നെ ഇത് ഒരു പിന്നെ ഒരു നല്ലൊരു കളറ് ഉള്ള ഒരു പൂവാണ്. ഇതിൻ്റെ പേരറിയില്ല കേട്ടോ. പേരറിയെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഈ വീഡിയോ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പിന്നെ ഞങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ആ അടിയിലുള്ള ബെല്ലൈക്കണൊന്ന് അമർത്തിയിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പുതിയതായിട്ട് കാണുന്ന ആൾക്കാർ. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക കേട്ടോ. പിന്നെ ഞാൻ ചെടീൻ്റെയും പിന്നെ പച്ചക്കറീൻ്റെയും പിന്നെ അതുപോലെ പിന്നെ ചെടികൾ, പച്ചക്കറി, പിന്നെ മീൻ, അങ്ങനത്തെ പിന്നെ വീഡിയോകളൊക്കെയാണ് ഞാൻ ഇടുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ ചാനലൊന്ന് പിന്നെ കയറി കണ്ടു നോക്കണം. എന്നിട്ട് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ, നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം മതി കേട്ടോ, നിർബന്ധിക്കണില്ല.
അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം ഒന്ന് കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും പറയട്ടോ. നിങ്ങൾ പുതിയതായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഒന്ന് ലൈക്കും ചെയ്യുക കേട്ടോ. ഇത് നമ്മൾ പിന്നെ ഇവിടെ പിന്നെ ഓർക്കിഡാണ് കേട്ടോ. ഓർക്കിഡ് പിന്നെ ഇത് പല കളറും നമ്മളെടുത്തുണ്ട് കേട്ടോ. നമ്മളെടുത്ത് ഓർക്കിഡ് ഒരുപാട് കളറ് ഓർക്കിഡുകളുണ്ട്. പിന്നെ അതൊരു ചേമ്പ്, വെള്ള ചേമ്പാണ് കേട്ടോ. ഇതിൻ്റെ പിന്നെ അതുപോലെ തന്നെ പിന്നെ ഇതിൻ്റെ ഒരു റെഡ് കളറ് വേറെയുണ്ട് കേട്ടോ. ഇവിടെ ബിഗോണിയ പിന്നെ അങ്ങനത്തെ ഇതൊക്കെ നമ്മൾ ഈ തണൽ കിട്ടുന്ന സ്ഥലത്താണ് ബിഗോണിയ ഇതൊക്കെ വെച്ചിട്ടുള്ളത്. ഈ ഓർക്കിഡാണെങ്കിലും ബിഗോണിയ ആണെങ്കിലും ഒക്കെ നമ്മൾ തണലുള്ള സ്ഥലത്ത് മാത്രമാണ് ഇത് പിന്നെ വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഈ വീഡിയോ അല്ലാതെ നീട്ടിക്കൊണ്ടുപോകുന്നില്ല കേട്ടോ. ഒരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ പിന്നെ ആ ബെല്ലൈക്കണൊന്ന് പുതിയതായിട്ട് കാണുന്നവരോട് പറയണം കേട്ടോ. പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അതിലുള്ള ബെല്ലൈക്കണൊന്ന് അമർത്തിയിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഒരു ചെറിയൊരു വീഡിയോ ആണെന്ന് പറഞ്ഞല്ലോ, കൂടുതലും നീട്ടിക്കൊണ്ടുപോകണില്ല. അപ്പോൾ ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം.